ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് നോജിൻ എന്നാണ്. നോജിൻ വരീക്കൽ. എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഞാൻ ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കണ്ടവർക്കും അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചവർക്കും അല്ലെങ്കിൽ ഇനി കാണാൻ ആഗ്രഹമുള്ളവർക്കും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഞാൻ പറയുന്ന വീഡിയോസിൻ്റെ ഓരോരോ ടോപ്പിക്സ് അത് എന്തോ ഔപചാരികമായി എന്നിലേക്ക് എത്തുന്നതാണ്. ഞാനത് നേരത്തെ പഠിച്ചെടുക്കുന്നതൊന്നുമല്ല. അതേപോലെ തന്നെ അങ്ങനെ എടുക്കാനും എനിക്ക് ആഗ്രഹമില്ല. ഒരു ടോപ്പിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശാലമായി സയൻറ്റിഫിക്കായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ഞാനൊരു കാര്യവും ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോസ് ഞായറാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ഈ 2 ദിവസങ്ങളിലായിരിക്കും വീഡിയോസ് ഇറക്കുന്നത്. ഞായറാഴ്ച മെയിനായിട്ട്, ബുധനാഴ്ച ചിലപ്പോൾ ഇട്ടാലായി, ഇല്ലെങ്കിലില്ല. ആ രീതിയിലായിരിക്കും. കൃത്യം വൈകുന്നേരം 7 മണിയോ രാത്രി 7 മണിയോ ആ 7 മണി ടൈമിലായിരിക്കും എൻ്റെ വീഡിയോസ് ഞാൻ ഇറക്കുന്നത്. അതിന് അങ്ങോട്ടോ ചെറിയൊരു വ്യത്യാസം വന്നാലേ ഉള്ളൂ. പിന്നെ എൻ്റെ ടോപ്പിക്കിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണോ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് എൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാലും ഇനി ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. അധികം ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പം ഞാൻ അധികം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു ടോപ്പിക് ഇടണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ ചന്ദ്രനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു പരമാവധി കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു പേരാണ് ചന്ദ്രൻ ചേട്ടൻ. ചന്ദ്രൻ ചേട്ടൻ എങ്ങോട്ട് പോവുക എന്നൊക്കെ ചോദിക്കാറില്ലേ? സോ ആ ചന്ദ്രൻ ചേട്ടനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഭൂമിയെ ചുറ്റുന്ന, ഭൂമിക്ക് വലയം വയ്ക്കുന്ന നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ചാണ്. നമ്മൾ ഫുൾ മൂൺ ഡേ, ഹാഫ് മൂൺ ഡേ എന്നൊക്കെ പറയാറില്ലേ? സെയിം വേ ആ ചന്ദ്രനെ കുറിച്ച്. ആ ചന്ദ്രന് സ്വന്തമായി പ്രകാശം എടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ, ഭൂമിയിലേക്ക് പ്രകാശം കൊടുക്കാൻ കഴിയില്ല. അതേസമയം സൂര്യനിൽ നിന്നും കിട്ടുന്ന പ്രകാശം ചന്ദ്രനിലേക്ക് എടുത്ത് ആ പ്രകാശം ഭൂമിയിലേക്ക് കൊടുക്കാൻ ആ ചന്ദ്രന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ ഒരു ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സൂര്യനിൽ നിന്നും കിട്ടുന്നത് ഭൂമിയിലേക്ക് എത്തിക്കുന്നു. അതിന് നടുക്കായിട്ട് ചന്ദ്രൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചന്ദ്രൻ മിക്ക റിലീജിയസ് ഫാക്ടേഴ്സിലും ചന്ദ്രൻ ഒരു മുഖ്യധാരയിലുണ്ട്. അതിപ്പം ക്രിസ്ത്യനിലാണെങ്കിൽ മേരി, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കാൽക്കീഴിൽ ചന്ദ്രൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശിവൻ്റെ ജടയ്ക്ക് മുകളിൽ അടിപൊളിയുണ്ട്. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ചന്ദ്രനെ നോക്കിയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓരോ മതത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടേതായ വിശ്വാസങ്ങളെ അത് ഭയങ്കരമായിട്ട് ചന്ദ്രനുമായിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണമില്ലാതെ നമ്മളൊരു കാര്യം ചെയ്യില്ല.
ഇപ്പം ഞാൻ ഒരു പേനയോ പെൻസിലോ എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തോട്ടൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെക്കുന്നതിനൊരു കാരണമുണ്ട്. അതിനടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് എടുക്കാനായിട്ട് അന്നേരം ആഗ്രഹം തോന്നിയായിരിക്കാം നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് വെക്കുന്നത്. എവറി ആക്ഷൻ ഈസ് ബിക്കോസ് ഓഫ് സംതിങ് ഹാസ് ടു ബി ഡൺ ടു ബി ദ ഹെൽപ്പ് ടു അതേഴ്സ്. അതായത് വേറൊരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വേണ്ടിയായിരിക്കാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളത് അറിയുന്നുണ്ടാകുകയില്ല എന്ന് മാത്രം. അതായത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് കറക്റ്റ് ആകണമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറയുകയാണ്. നമ്മളൊരു പുല്ല് അല്ലെങ്കിൽ ഒരു പേന എടുത്ത് ഇവിടുന്ന് ഇടത്തുനിന്ന് എടുത്ത് വലത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ വലത് സൈഡിലിരിക്കുന്ന ഒരാൾ അന്നേരം പേന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അന്നേരം ആ പേന എടുക്കാം. ചിലപ്പം ആഗ്രഹിക്കുന്നുണ്ടാവും, ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നുണ്ട്, ആ ഒരു റിലേഷനുണ്ട്, നമുക്കത് അറിയത്തില്ല എന്ന് മാത്രം. സോ നമ്മുടെ സൂര്യൻ്റെയും ഭൂമിയുടെയും നമുക്ക് സൂര്യനിൽ നിന്നും വെളിച്ചം കിട്ടുന്ന നിലാവെട്ടം പോലെ എത്ര ചന്ദ്രകളവും ചാർത്തിയും ദീപം, എത്ര പാട്ടുകളാണ് ചന്ദ്രനെ കുറിച്ചുള്ളത്, മനോഹരമായ ഗാനങ്ങൾ. അപ്പം ചന്ദ്രൻ്റെ ആൾ ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ഇത് മാത്രമേ എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ളൂ. പിന്നെ ചന്ദമാമ ചന്ദ്രകാന്ത കൽപ്പടവിൽവാവ, പിന്നെ അങ്ങനെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ചന്ദ്രനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത് ദൈവികമായിട്ട് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. എന്തും പോസിറ്റീവായിട്ട് എടുക്കുക. ഭൂമി അവസാനിക്കുന്നതെന്നോ ഭൂമി നാളെ അവസാനിക്കുമെന്നോ നാളെ തന്നെ അവസാനിക്കുന്നെന്നോ നമ്മൾ ആഗ്രഹിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഈ ടോപ്പിക്ക് ഞാൻ എടുത്തിടാൻ ആഗ്രഹിച്ചതേ അല്ല, അതും കൂടി ഇടുകയാണ്. ഇപ്പം ഒരു ഉൽക്ക വന്ന് ഭൂമിയിലേക്ക് ഇടിച്ചാൽ ഭൂമി അന്നേരം തന്നെ ഈ തീരുമെന്നൊക്കെ പ്രവചിക്കുന്ന കുറേ പ്രവാചകന്മാരൊക്കെ ഉണ്ടാവും. ദൈവത്തിൻ്റെ കൈകളിലാണ് എല്ലാം, അതിനെ തകർക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് താനും. ഇത് സൃഷ്ടിച്ച ദൈവത്തിനറിയാം ഇതെന്ന് നശിപ്പിക്കണമെന്നും അതോ നശിപ്പിക്കണ്ടയോ വേണ്ടയോ എന്നൊക്കെ ഇതൊക്കെ ദൈവത്തിനല്ല കയ്യിൽ കയറിയത്. സോ ഒരു വചനം എടുത്തിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇന്നോട്ട് ഞാനൊരു ലാസ്റ്റ് ഒരു വചനം എടുക്കും, അതെൻ്റെ ഒരു ഇതാണ്. ഓക്കെ. നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതം 4:23. അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ അല്ലേ. നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതം 4:23. അപ്പം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് ഞാൻ വായിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും, എല്ലാ ദൈവമക്കൾക്കും, എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഒരാളെ മാറ്റി നിർത്താൻ ദൈവം അനുവദിക്കുകയില്ല. പക്ഷേ അതിന് നമ്മുടെ പ്രവൃത്തി അതാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്. ഞാൻ ഇനി സംസാരിച്ചു പോയാൽ അത് വേറൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് പോലെയാവും, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായല്ലോ. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ എല്ലാവരും ദൈവത്തോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. നന്മ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ അന്ത്യത്തിൻ്റെ സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ കാത്തു സുരക്ഷിക്കും, കാത്തു പരിപാലിക്കുക എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ നോക്കുക. കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയൊക്കെ ആയിരിക്കും പോവുക. നല്ല കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല കണ്ടൻറ്റായിരിക്കും ഞാൻ ഇടുക. ഇതിപ്പം വേറൊരു രീതിയിലായിപ്പോയി. എന്തായാലും എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഞാൻ പറഞ്ഞ ദൈവം എന്നെ അനുവദിച്ച എല്ലാത്തിനും ദൈവത്തിന് നന്ദി ഞാൻ പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പം ശരി, താങ്ക്സ്.